ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു വീഡിയോ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് പലരും പറഞ്ഞു. അപ്പം ഞങ്ങളോട് ഒരു സജഷൻ പറഞ്ഞാണ് ഔട്ട്ഡോർ എടുക്കാതെ ഇൻഡോറിൽ നിന്ന് വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ പറ്റിയൊരു സ്ഥലം കാറിൻ്റെ ഉള്ളിലായതിനെ കൊണ്ടാണ് വീഡിയോ ഇവിടെ ആക്കിയത് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കൊണ്ടുവന്നത്. ഇൻഷുറൻസിനെ കുറിച്ചായിരുന്നു, ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചായിരുന്നു. നമ്മൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള നല്ലതായ ബോധമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി തരാനുള്ളൊരു വീഡിയോ ആയിരുന്നു. കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാതെ നേരെ പോയിന്റിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 5 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം കാണുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഏതൊരു മുക്കിനും മൂലയ്ക്കും ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കുന്നുണ്ട്. ആ ഹെൽത്ത് ഇൻഷുറൻസിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾക്ക് ആവശ്യമുണ്ട് എന്നത് അറിയുന്നത് വളരെ കുറഞ്ഞ ആൾക്കാർക്കാണ്. അതിനെക്കൊണ്ടാണ് പറയുന്നത് അണ്ടർ കവറേജ് ആണ് പല പോളിസികളും ഇപ്പം ആളുകൾക്കുള്ളത്. ആളുകൾ ഓക്കെ ഇൻഷുറൻസ് പോളിസി ഉണ്ട് എടുത്തേക്കാം എന്ന രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ അതിൽ ഇന്ന കാര്യങ്ങളുണ്ടോ എന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ വളരെ ക്രിറ്റിക്കലായ 5 പോയിന്റ്, ആ 5 പോയിന്റ് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോഴും. കാരണം ആ കാര്യത്തിലാണ് പിന്നെ അത് നിങ്ങൾ അറിഞ്ഞാൽ പിന്നത്തേക്ക് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ്, കോ പേയ്മെൻറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾക്ക് ഇപ്പോൾ സപ്പോസ് ഒരു ഹോസ്പിറ്റൽ ബില്ല് വരികയാണ്, ഒരു 5 ലക്ഷത്തിൻ്റെ ബില്ല് വരികയാണ്. അപ്പോൾ അതിൻ്റെ 10% അല്ലെങ്കിൽ 20% നമ്മളുടെ സൈഡിലും 80% ആണ് കമ്പനിയുടെ സൈഡിലും എങ്കിൽ സ്വാഭാവികമായും 5 ലക്ഷത്തിൻ്റെ 10% ആയ 50,000 നമ്മൾ അടയ്ക്കണം, ബാക്കിയാണ് കമ്പനി അടയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലായില്ലേ? അതാണ് കോ പേയ്മെൻറ്റ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങളുടെ കോ പേയ്മെൻറ്റ് 0% ആണെന്ന്. ഓക്കെ, അപ്പോൾ 0% ആവുമ്പം നിങ്ങൾക്ക് പോകുമ്പോൾ ക്യാഷ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിലെല്ലാം. പലരും ഇത് മനസ്സിലാക്കാതെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്താണ് പാനിക് ആവുന്നത്. അയ്യോ ഞങ്ങൾ എന്തിനാണ് ഇനി പൈസ അടയ്ക്കുന്നതെന്ന്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ്, വെയിറ്റിംഗ് പീരീഡ്. നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുകയാണ്. ഇൻഷുറൻസ് എടുത്ത ഉടനെ എല്ലാവരും വിചാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഓക്കെ നെക്സ്റ്റ് മൂമെൻറ്റിൽ നമ്മൾക്ക് നമ്മൾ എലിജിബിൾ ആണെന്ന്. അൺലെസ് ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഒക്കർ ചെയ്യുകയല്ല എന്നാണെങ്കിൽ നമ്മൾക്കൊരു സ്ലോ ഗ്രോയിങ് ഡിസീസസ് അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതരം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അപ്പോൾ ആ വെയിറ്റിംഗ് പീരീഡ് മനസ്സിലാക്കണം. ചില കമ്പനികൾക്ക് 1 വർഷമാവാം, ചില കമ്പനികൾക്ക് 2 വർഷമാവാം. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഓക്കെ ഞാൻ ഇൻഷുറൻസ് എടുത്തു, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്കൊരു പ്രശ്നം വരില്ല എന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പം ലാസ്റ്റ് ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന സമയത്താവും അറിയാം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ഈ ഒരു കാലഘട്ടത്തേക്ക് നമുക്ക് ഇൻഷുറൻസ് എലിജിബിൾ അല്ല എന്ന്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റാണ് വെയിറ്റിംഗ് പീരീഡ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒട്ടും ദീർഘിപ്പിക്കാതെ 3ാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. 3ാമത്തെ പോയിന്റാണ് റൂം റെന്റ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഞാനിവിടെ കോഴിക്കോടാണ്. എനിക്കറിയാം ഇവിടുത്തെ റൂം റെന്റ് എന്ന് പറഞ്ഞാൽ 8,000 മുതൽക്ക് 12,000 ആ രീതിയിലാണ് റൂം റെന്റുകളെല്ലാം പോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസ് എല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റിയും അതിൻ്റെ മുകളിലേക്കുമായ രീതിയിലേക്കാണ് അവരുടെ എല്ലാം കൊണ്ടുപോകുന്നത്. അത്രയും ഫെസിലിറ്റീസാണ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡാണ് സാധാരണ മുറികളൊന്നും അവൈലബിൾ അല്ല. അത് ഉണ്ട്, എന്നിരുന്നാൽ പോലും ഇപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും AC മുറികളും റിക്വയർമെൻറ്റ് ഉണ്ടായതിനെ കൊണ്ട് സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലും ആ ഫെസിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് സാധാ മുറികളുടെ എണ്ണം കുറയ്ക്കുകയാണ്. സാധാ മുറികൾക്ക് നമ്മൾ പോകുമ്പം ചിലപ്പോൾ നമുക്കത് കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ AC റൂമുകൾ എടുക്കേണ്ടി വരും. ഈ ഇൻഷുറൻസിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണോ അറിയില്ല. എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മൾ എക്സ്ട്രാ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ടി വരും. അപ്പോൾ റൂം സെലക്ട് ചെയ്യുന്നതിന് നോ ലിമിറ്റ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കണം. അപ്പോൾ റൂമിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയി മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വളരെയധികം നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. 4ാമത്തെ പോയിന്റ് ആണ്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റീസ്റ്റോറേഷൻ. റീസ്റ്റോറേഷൻ എന്താണ്? ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായി സൂചിപ്പിച്ചിരുന്നു. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 ലക്ഷത്തിൻ്റെ പോളിസിയാണ് നിങ്ങൾ എടുത്തത്. നിങ്ങൾക്ക് എന്തോ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, നിങ്ങളുടെ 5 ലക്ഷവും തീർന്നു. ഓക്കെ, 5 ലക്ഷമോ അല്ലെങ്കിൽ 5 ലക്ഷത്തിൻ്റെ അടുത്താണ് നിങ്ങൾക്ക് ബില്ല് വന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളതെല്ലാം കഴിഞ്ഞു, നിങ്ങൾ തിരിച്ചു വരികയാണ്. പിന്നെയും നിങ്ങൾക്ക് രണ്ടാമത്തെ, അതായത് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തു. ഓക്കെ, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീട്ടിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസം എന്തെങ്കിലും നിങ്ങളുടെ ഫാമിലി മെമ്പറിന് ഇതേപോലെ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായി, എന്തോ അസുഖങ്ങളായി, അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം എന്ത് ചെയ്യും? നിങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഈ 5 ലക്ഷം എടുത്ത് അല്ലെങ്കിൽ 10 ലക്ഷം പ്രീമിയം എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ 5 ലക്ഷം ആണെങ്കിൽ അത് കഴിഞ്ഞു. പക്ഷേ ഈ റീസ്റ്റോറേഷൻ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പിന്നെയും ടോപ്പ് പ്ലാൻ പോലെ ആ 5 ലക്ഷം റീസ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ 10 ലക്ഷം റീസ്റ്റോർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാം. അങ്ങനെ എത്ര പ്രാവശ്യം അങ്ങനത്തെ ഒരു അവസ്ഥകൾ ഉണ്ടാവുന്നു ഒരു കൊല്ലത്ത്, അത് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ടൈംസ് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പോയിൻ്റാണ്, 5th പോയിൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത്, അഡിക്വേറ്റ് കവറേജ്. അഡിക്വേറ്റ് കവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എക്സ്പെൻസസും കാര്യങ്ങളും എല്ലാം ഇൻക്രീസ് ചെയ്ത് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഒരു 2 ലക്ഷത്തിൻ്റെ പ്രീമിയം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, ഓക്കെ 2 ലക്ഷത്തിൻ്റെ പ്രീമിയം ഉണ്ടല്ലോ, എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് എല്ലാം, റൂം റെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 4 ദിവസം 5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ തന്നെ എത്ര ബില്ല് വരും? ഈ കവറേജിൽ ഇതെല്ലാം ഉൾപ്പെടുമോ എന്നൊരു ഭീതി നമ്മളുടെ മനസ്സിലുണ്ടാവും. അപ്പം ആ കാലഘട്ടത്തിനും ആ സാഹചര്യത്തിനും അനുസരിച്ച് നമ്മൾ എന്താ പറയുക, പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഒരു 5 അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ 5 ലാക്ക് അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസീസ് നമ്മൾ മുൻകൂട്ടി കണ്ടെടുക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യമാണത്. അല്ലെങ്കിൽ നമുക്ക് അവസാന നിമിഷം നമുക്ക് ഇതാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് ബി പ്രിപ്പയർഡ്, അതാണ് പറയാനുള്ളത്. പിന്നെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായ ഒരു ടിപ്പും കൂടി തരാം. നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ മേക്ക് ഷുവർ ആ ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എങ്ങനെയാണെന്ന് അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം അവരുടെ പോളിസീസിൽ നമ്മൾ ഭാഗമാവേണ്ടത്. കാരണം ചില കമ്പനികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 80% ആയിരിക്കും അവർ പേ ചെയ്യുക, 90% ആയിരിക്കും അവർ പേ ചെയ്യുക, ചിലവർ 100% പേ ചെയ്യും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്ന് മനസ്സിൽ ഉറപ്പുള്ളതിനെ കൊണ്ടാണ് കേട്ടോ ഞാനിത് നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. കാരണം എനിക്കറിവില്ലായിരുന്നു ഒരു സമയത്ത്, ഞാനിപ്പോൾ അത് പഠിച്ചെടുത്തു. അതേപോലെ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, വേണമെങ്കിൽ ഒരു നമ്പറും കൂടി കൊടുക്കാം, വിളിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് അവരെല്ലാവരെയും അവരെല്ലാവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തട്ടെ. ഓക്കെ, ബൈ.